കാര്യം ചോദിക്കട്ടെ, മെഷകാർക്കോട് സമയക്കുറവുണ്ട്. ഹസ്കറെ പറയുന്ന മുഴുവൻ എനിക്കത് വലിയ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ മഠയത്തിന് മാത്രം വിവരക്കെടും ഇങ്ങനെ ഹസ്കറേപ്പോ ഉള്ള ആൾ പറയരുത്. ഒരു കാര്യം ചോദിച്ചു, ഒരു പൈസ മുടക്കില്ലാത്ത കാര്യമാണ് ശബരിമല. ശബരിമല മനസ്സിലാക്കണം, ശബരിമല തീർത്ഥാടനമായിട്ട് 32-ാം ദിവസമായി. സാധാരണ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ, ഒരു പൈസ മുടക്കില്ലല്ലോ. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ കോൺഫറൻസ് വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ MLA-മാരുടെ ജനപ്രതിനിധികളൊക്കെ യോഗം കൂടിയിട്ട് അതിന് പരിപാടി നടപ്പാക്കും. ഇത്തവണ ഒരു മന്ത്രി ചെന്ന് ശബരിമല സീസൺ 18-ാം ദിവസമാണ് മന്ത്രി അവിടെ ചെന്നത്. എത്താ നേരം അവിടെ 10 വയസ്സുള്ള കുഞ്ഞ് അവിടെ നിന്ന് വെയിൽ കൊണ്ട് മരിച്ചു. ഒരു സ്ത്രീ മരിച്ചു. എന്തൊരു മര്യാദകടാ ഇതൊക്കെ പറ. ഒരു പൈസ മുടക്കണല്ലോ, ഖജനാവിൽ നിന്ന് ഒരു പൈസ മുടക്കും. കോടികൾ ഖജനാവിലേക്ക് കിട്ടുന്ന കാര്യമല്ലേ ഇത് ശബരിമല. എന്നിട്ടും മര്യാദ കാണിക്കുന്നതിന്റെ കാര്യം എന്താ പറ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, വേറെ ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ, മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യാവുന്ന കാര്യമല്ലേ ഇത് നിസ്സാരമായി. അപ്പോ PC സാറെ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് ഹസ്കർ ഒരു ആരോപണം ഉന്നയിച്ചു. പച്ചക്കള്ളം. ഞാൻ ഹസ്കറിനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ഹസ്കർ പറഞ്ഞ് സാറിന് പറയുമ്പോൾ കുറച്ച് പകുതി സത്യം പറയുന്ന ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരിക വന്നാൽ അതിനൊന്നും മറുപടി പറയാൻ ഇവരാരും തയ്യാറല്ല. മാത്രമല്ല ഇത്തരത്തിൽ മുട്ടാപ്പോക്ക് ന്യായങ്ങളും മറുപടികളും ഒക്കെയാണ് പറയാറുള്ളത്. നവകേരള സദസ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ മാത്രമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയം, തങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുക എന്നത് മാത്രം ഉദ്ദേശിച്ച് നടത്തിയതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ നേർചിത്രം എന്താണ് എന്നത് സമൂഹത്തിന് പറഞ്ഞു നൽകുക കൂടിയായിരുന്നു നവകേരള സദസ്സ്.